ഹായ് എല്ലാവർക്കും പാടി കിച്ചൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറിന് ഇന്ന് ഞാൻ അടിപൊളി ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. ഹാപ്പി ന്യൂ ഇയർ ആയിട്ട്. ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. വാനില കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ആ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തന്നാലോ? എൻ്റെ എന്തൊക്കെ സാധനങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ്, മുട്ട, മൈദ, വൈറ്റ് ചോക്ലേറ്റ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ വാനില കേക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ബേസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പരിചയപ്പെടുത്തുക. ഇപ്പോൾ ഞാൻ 1.5 കിലോ കേക്കാണ് ഉണ്ടാക്കണത്, വാനില കേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പിൻ്റെ പുറത്ത് ഞാൻ 1.5 കപ്പ് മാവ് എടുക്കണം, മൈദ. അപ്പോൾ അത് എടുക്കുന്നത് എങ്ങനെയാണ് കാട്ടിത്തരാം. ഒരു 1/2 കപ്പും കൂടെ വേണം. 1.5 കപ്പാണ് പറഞ്ഞത്. ഇപ്പോൾ 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിൽ തന്നെ ഇട്ടോളൂ. ബേക്കിംഗ് സോഡ ഞാൻ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇതിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായി അരിച്ചെടുക്കാം. നമുക്ക് 2-3 വട്ടം അരിച്ചെടുക്കണം. ഇതിപ്പോൾ 2 പ്രാവശ്യമായി, ഇനി ഒന്നും കൂടെ അരിക്കണം. അപ്പം 3 പ്രാവശ്യം നമ്മുടെ മാവ് അരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 6 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കണേ. നോക്കിക്കോളൂ. അതിൽ നമുക്ക് ഉടച്ചൊഴിക്കാം. 1/2 ടേബിൾ സ്പൂണ് വാനില എസൻസ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം അതായത് മുട്ട ഇങ്ങനെ നന്നായി പതയണം. അപ്പോഴേ നമുക്ക് പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കണം. റിബന്റെ ഷേപ്പായിരിക്കണം. നമ്മളിങ്ങനെ റിബന്റെ വരുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇതേപോലെ ആയിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂന്നും കൂടെ നമുക്ക് കറക്റ്റ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഇത്തിരി നേരം. അപ്പോൾ നമുക്കിനി അരച്ച് വെച്ച പൊടി ഇതിൽ കുറേശ്ശെ ആയിട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. ഈ 2 സ്പൂൺ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കണ സമയത്ത് ഒരേ സൈഡിൽ വേണം ഇളക്കണമെങ്കിൽ. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് മോൾഡ് സെറ്റ് ചെയ്യാം. റൗണ്ടിലും ചെയ്യാം, ഇങ്ങനെ സ്ക്വയറിലും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് അതിൽ പുരട്ടി കൊടുക്കണം. സൈഡും കൂടെ പുരട്ടി കൊടുക്കണം. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മിക്സ് റെഡിയാക്കി നോക്കട്ടെ. ഒത്തിരി കട്ടി പോലെയുണ്ട്. നമുക്കിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതില് ബബിൾസ് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് മുമ്പ് ഞാൻ ഓവൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ഇതിനെ അതിലേക്ക് കയറ്റാം. ഇനി നമുക്കൊരു 40 മിനിറ്റ് ആവട്ടെ. കേക്ക് നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗറിനെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഫസ്റ്റ് വേണ്ടത് നമുക്ക് 2 കപ്പ് വെള്ളമാണ്, 1 കപ്പ് പഞ്ചസാരയും. അപ്പം നമ്മൾക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. പാത്രം വെച്ച് കൊടുത്തു. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചെറിയ തിള വരുന്നുണ്ട്. ഇത്ര നമ്മൾക്ക് മതി. ഗ്യാസ് ഓഫാക്കിയിടാം. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതുണ്ടല്ലോ, ഇതിലൊന്നും ആയിട്ടില്ല. അപ്പം ആയി. നമുക്ക് എടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാറട്ടെ. അതുവരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാനില കേക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ലതാ, തൊടുമ്പോൾ ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. കട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിതൊന്നൊന്നും എടുക്കാം. നന്നായി പൊങ്ങി കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 2 കപ്പ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം എടുക്കുന്നുണ്ട്. ഫസ്റ്റ് സ്പീഡിലാണ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് സ്പീഡിൽ ആണ്ട് നോക്കിക്കോളൂ. ഇത് നമുക്ക് നന്നായി ക്രീം ആകണ വരെ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം പരുവമായിട്ടുണ്ടോ നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെറ്റ് ചോക്ലേറ്റ് വേണം. അപ്പോൾ അതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചെറു തീയിൽ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചെറു തീയിൽ ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ക്രീം എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി ചെറു ചൂടാവട്ടെ. നമുക്കൊന്ന് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മൾക്കിപ്പോൾ ചെറു ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെറ്റ് ചോക്ലേറ്റ് 2 പീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിടാം. ഇനി നമുക്കിതിൽ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ചെറു ചൂട്ടിൽ മതി, ഒരുപാട് ചൂട് വേണ്ട. അപ്പോൾ ഇനി നമ്മൾക്ക് വാനില കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ക്രീം കുറച്ച് എടുക്കുക. കുറച്ച് നമ്മൾ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇനി നമ്മൾക്ക് കേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ മേലത്തെ ലെയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ, ഇത് കണ്ടല്ലേ, മേലത്തെയാണ്, ഏറ്റവും മേലത്തെ. നമ്മളത് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾക്ക് ഇനി ഇതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് ഇതിൻ്റെ മേലെ ഒരു ലെയർ വെക്കാൻ നമ്മുടെ ക്രീം പറ്റി കൊടുക്കാം. നമ്മുടെ ക്രീം തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് വെറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും നമ്മുടെ ബദാമും കൂടെ ഒത്തിരി ഒന്ന്
പൊടിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇടയിലിടയിൽ കടിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ട്. നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ലെയർ ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ ലെയറുകളൊക്കെ ഫിനിഷിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രീം ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്രീം തേപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ഇത്തിരി ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഈ ക്രീമിൽ തന്നെ കുറച്ച് കളർ ചേർത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കളറാണ് ഇതിൽ കൂടെ ഒന്ന് കൊടുക്കേണ്ടത് ലാസ്റ്റ്. നമുക്കപ്പോൾ അതും കൂടെ കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഞാൻ മെയ്റ്റ് ചെയ്തെടുത്തതാണ്. നമുക്കിതിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ഡെക്കറേഷനുള്ള പൂക്കൾ, നല്ല റോസ് പൂക്കൾ നന്നായിട്ട് ചന്തത്തി വെച്ച് കൊടുക്കുക. അതാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ. നോക്കിക്കോളൂ, നന്നായി നോക്കിക്കോളൂ. 4 മൂലയിലും വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി നോക്കാം. ക്രീം എപ്പോഴും ഫ്രിഡ്ജിലിരിക്കണം. നമ്മൾ ചെയ്യാൻ പോകുമ്പോഴാണ് എടുത്തെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഇടയിലൊക്കെ നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. നല്ല ചന്തവും കിട്ടുമല്ലോ, അതിനാണ് ഇപ്പോൾ ഇത്. ഞാൻ ലൈറ്റ് വയലറ്റ് ഒരു പൂ കൂടി കൊടുക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നീലിൻ്റെ ഇടയിൽ ഇങ്ങനെ ലൈറ്റ് വയലറ്റ് വരുമ്പോൾ നന്നായിട്ടുണ്ടാകും കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. കണ്ടില്ലേ പൂക്കൾ? കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും അങ്ങനത്തെ പൂക്കൾ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പിങ്ക് വെച്ച് കൊടുക്കാം. പിങ്ക് കളറ് ഇടയിൽ ഓരോന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഡിസൈനൊക്കെ കഴിഞ്ഞു. ഇനി ഇത്രയും കൂടെ നമുക്കൊരു അലങ്കാര പണിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ അങ്ങനെ ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ഷുഗർ ബോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ കേക്കൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത് ഫൈസലിനെയാണ്. ഫൈസൽ, അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് കഴിച്ചു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2026. അപ്പൊ നമ്മളൊരു അടിപൊളി കേക്കാണ് പുഷ്പ ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ പുഷ്പമ്മയുടെ കേക്ക് അത്രക്ക് അടിപൊളി അല്ലെങ്കിലും എന്നാലും അടിപൊളി തന്നെയാണ് അല്ലേ? അടിപൊളി അല്ലാന്ന് പറയാൻ പറ്റില്ല അല്ലേ? കഴിച്ചു നോക്കി എന്നിട്ടല്ലേ പറയാം. അതെ. പക്ഷെ
ഒരു അടിപൊളി കേക്കാണ്. കാരണം വാനിലയുടെ സൂപ്പർ കേക്കാണ്, നല്ല രീതിയിൽ ഫ്ലവറിംഗ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി കേക്കാണ്. പക്ഷെ ഇന്ന് ഞാൻ മാത്രമല്ല ഇത് ടേസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ കൂടെ നമ്മുടെ മനോജും ഉണ്ട്. മനോജ്, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ പറയാം. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയി സെറ്റ് ആണ്. ഈ അടുത്തല്ലേ മറ്റേ ക്രിസ്മസിന് വന്നിട്ട് പോയതാ. മനോജ് ഇവിടെ തന്നെയാണ്. അവരോ പരിപാടിക്ക് മാത്രമേ ഞാൻ അവിടെ വരുള്ളൂ. ഞാൻ പോകില്ല. അല്ല, നമ്മുടെ അടുത്ത് അറിയണവരല്ലേ, നമ്മുടെ എല്ലാനും വേണ്ടിപ്പെട്ടവരല്ലേ. ഫംഗ്ഷൻ ഇവിടെ അപ്പൊ കേക്ക് കട്ടിയല്ലേ? അതപ്പോ കട്ടി കട്ടി. ഞാനാണോ കട്ട് ആ, നീ വന്നവര് കട്ടി തന്നെ. പിടിച്ചോ. അപ്പൊ നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ. ഉള്ള അടിപൊളിയില്ലേ? ആ കഴിക്ക് കഴിക്ക് കഴിക്ക്. എങ്ങനെയുണ്ട് നോക്ക്. അതല്ല, മനോജ് കഴിക്ക്, മനോജ് കഴിക്ക്. ക്രിസ്മസിന് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടില്ലേ? അപ്പൊ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ബെറ്റർ ആയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. അതെ, നന്നായിട്ടുണ്ടാ. അപ്പൊ നമ്മൾക്ക് ഇനി ഇങ്ങനെ ചെറുതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. ശരിക്കും ഇത് വാനിലയുടെ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു 100% എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടല്ലേ? പിന്നെ ക്രീമും കാര്യം ടേസ്റ്റ് പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ അതേപോലെ നമ്മളിവിടെ ഒരു പ്രിസർവേറ്റീവ്സും മറ്റു സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം നമ്മൾ ഏതൊരു ചെറിയ കുട്ടിക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസും എല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് കൂടുതൽ കാലം കേക്ക് കേടിരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിസർവേറ്റീവ്സും മറ്റു ബേക്കറിയിൽ കിട്ടുന്ന പോലെയൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ട് നല്ല എല്ലാ സാധനങ്ങളും ഫുൾ അടിപൊളിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നേരിട്ട്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം, അതേപോലെയൊക്കെ ഉണ്ടാക്കുക, എല്ലാവരും കഴിക്കുക. അപ്പൊ നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ഭയങ്കരമായ ആഘോഷമായിക്കോട്ടെ. എല്ലാവരും ഒന്ന് അടിച്ചു വിളക്കുക. അപ്പൊ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ കേക്കൊക്കെ ഉണ്ടാക്കി പടക്കൊക്കെ പൊട്ടിച്ച് അടിച്ചു പൊളിക്കുക. ഞങ്ങള് വലിയ രീതിയിലൊന്നും ഹാപ്പി ന്യൂ ഇയർ അടിച്ചു പൊളിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്നും ഹാപ്പി ന്യൂ ഇയർ ആണ്, എപ്പോഴും ആഘോഷങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു അധികം ഏതൊരു ആഘോഷം കൂടെ അധികം കൊണ്ടാടാറില്ല. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എന്നും ആഘോഷം ആയതുകൊണ്ട് ഞങ്ങൾ ഏത് ആഘോഷം അധികം ആഘോഷിക്കാറില്ല അല്ലേ? അപ്പൊ നിർത്താം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പാടി കിച്ചന്റെ ഹാപ്പി ന്യൂ ഇയർ.